മന്ദാകിനി ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഹാരിഷ്. നമ്മളിന്നൊരു ബൈക്ക് പെയിൻറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ ഫ്രെയിം. കുറച്ച് പെയിൻറ്റൊക്കെ പോയിട്ടുണ്ട്, കുറച്ച് റസ്റ്റൊക്കെ ഉണ്ട്. ഒരു വയർ ബ്രഷ് അറ്റാച്ച്മെൻറ്റ് വെച്ച ഡ്രിൽ മെഷീൻ വെച്ചിട്ട് ഞാൻ ഈ പെയിൻറ്റ് മൊത്തം ഇളകളെയാണ്. നിങ്ങൾക്കൊരു പെയിൻറ്റ് റിമൂവറും സാൻഡ് പേപ്പർ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. അതിനുശേഷം നല്ല രീതിയിൽ സാൻഡ് പേപ്പർ ഇട്ട് സ്മൂത്ത് ചെയ്യുക. ഫ്രെയിമിൻ്റെ സർഫസ് നല്ല രീതിയിൽ സ്മൂത്തായി ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് ആദ്യത്തെ കോട്ട് പ്രൈമർ അടിക്കാം. ബോസ്നിയുടെ ഒരു സ്പ്രേ ക്യാനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ബ്രാൻഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് പ്രൈമർ കോട്ട് നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷം നമുക്ക് ബോഡി ഫില്ലർ അപ്ലൈ ചെയ്യാം. ബോഡി ഫില്ലറും ഹാർഡനറും വളരെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് സമയം മാത്രമേ കിട്ടുള്ളൂ. ആ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങളെല്ലാം നല്ല രീതിയിൽ ഫില്ല് ചെയ്ത് സ്മൂത്ത് ചെയ്തെടുക്കുക. എന്നിട്ട് വീണ്ടും സാൻഡ് ചെയ്യുക. പിന്നെ ഒരു കോട്ട് പ്രൈമർ അടിച്ചതിന് ശേഷം വീണ്ടും നല്ല രീതിയിൽ നല്ല നൈസ് സാൻഡ് പേപ്പർ വെച്ചിട്ട് സ്മൂത്ത് ചെയ്യുക. ഇപ്പം നമ്മളുടെ ഫ്രെയിം പെയിൻ്റ് അടിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി ത്രെഡുകളൊക്കെ കുറച്ച് ഗ്രീസ് അപ്ലൈ ചെയ്ത് വയ്ക്കുക. വേണമെങ്കിൽ മാസ്കിൻ ടേപ്പും അവിടെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി കണ്ടെയ്നർ നല്ല രീതിയിൽ ഷേക്ക് ചെയ്തതിന് ശേഷം ഫസ്റ്റ് കോട്ട് പെയിൻ്റ് അടിക്കുക. 10 മുതൽ 15 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ട് വേണം പെയിൻ്റ് അടിക്കാനുള്ളത്. ഈ പെയിൻറ്റ് ഉണങ്ങിയതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്കൊരു സെക്കൻഡ് കോട്ടും കൂടി അടിക്കാവുന്നതാണ്. നിങ്ങളുടെ ഡിസൈനിൽ മൾട്ടിപ്പിൾ കളേഴ്സ് ഉണ്ടെങ്കിൽ ഫ്രെയിമിനെ കറക്റ്റായിട്ട് മാസ്കിൻ ടേപ്പും പേപ്പർ ഉപയോഗിച്ച് മാസ്ക് ചെയ്തിട്ട് വളരെ കെയർഫുള്ളായിട്ട് രണ്ടാമത്തെ കളർ അടിക്കാം. ഇനി നമുക്ക് സ്റ്റിക്കറുകൾ ചെയ്യാം. ഈ സ്റ്റിക്കറുകൾ ഞാൻ കോൾ റോയിൽ ഡിസൈൻ ചെയ്തിട്ട് അടുത്തുള്ള ഒരു സ്റ്റിക്കർ ഷോപ്പിൽ കട്ട് ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് കോൾ റോ അറിയില്ലെങ്കിൽ നേരെ പോയൊരു സ്റ്റിക്കർ ഷോപ്പിൽ ചെന്നാൽ നിങ്ങളുടെ ഡിസൈൻ കാണിച്ചാൽ അവർ അത് കട്ട് ചെയ്ത് തരുന്നതാണ്. ഇത് വളരെ കെയർഫുള്ളായി ബബിൾസ് ഒന്നുമില്ലാതെ കൃത്യമായി ഫ്രെയിമിൽ ഒട്ടിച്ചെടുക്കുക. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നേരെ സ്റ്റിക്കർ ഷോപ്പിൽ കൊണ്ടുപോയാൽ മതി, അവർ ഇത് ഒട്ടിച്ചു തരുന്നതാണ്. അതിനുശേഷം നമ്മളുടെ ഫൈനൽ ക്ലിയർ അല്ലെങ്കിൽ ലാക്കർ കോട്ട് അടിക്കുക. ഞാനിവിടെ മാറ്റ് ക്ലിയർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ ഫ്രെയിമിൽ കവർ ചെയ്തെടുക്കുക. അങ്ങനെ പെയിൻറ്റിങ്ങും സ്റ്റിക്കറിങ് കഴിഞ്ഞ് നമ്മളുടെ ഫ്രെയിം ഇവിടെ അസംബ്ലിങ്ങിന് വേണ്ടി റെഡിയാണ്. ഇതിൻ്റെ ബിൽഡ് വീഡിയോയുടെ ലിങ്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട്, കൂടാതെ ഡിസ്ക്രിപ്ഷനിലും തന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് മന്ദാകിനി ഡയറീസ്. ഇറ്റ്സ് ഹാരിഷ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.